ഒരു ഘോരവനത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒരു കൊച്ചുറുമ്പും ഒരു തവളയും. ഉറുമ്പ് എപ്പോഴും ചുറുചുറുക്കോടെ ജോലി ചെയ്തിരുന്ന ഒരു മിടുക്കനായിരുന്നു. എന്നാൽ തവളയാകട്ടെ കുറച്ച് മടിയനും സ്വപ്നലോകത്ത് ജീവിച്ചിരുന്നവനുമായിരുന്നു. ഒരു സാധാരണ ദിവസം ഉറുമ്പ് തന്റെ ഉറുമ്പ് കൂട്ടുകാരുമൊത്ത് ഭക്ഷണത്തിനായി ധാന്യങ്ങൾ ശേഖരിക്കുകയായിരുന്നു. കാടിന്റെ ഓരോ കോണിൽ നിന്നും അവർ ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്തിക്കൂട്ടി. അപ്രതീക്ഷിതമായി അപ്പോൾ അവൻ ഒരു അത്ഭുത കാഴ്ച കണ്ടു. അവൻ കണ്ടത് ഒരു വലിയ തിളക്കമുള്ള മുട്ടയായിരുന്നു. കാടിന്റെ നടുവിൽ ആരും വരാത്ത ഒരിടത്ത് ആ മുട്ട എങ്ങനെ വന്നു എന്ന് ഉറുമ്പിന് മനസ്സിലായില്ല. അവൻ വേഗം കൂട്ടുകാരെയും തവളയെയും വിവരമറിയിച്ചു. ഇതൊരു സാധാരണ മുട്ടയല്ല, തവള പറഞ്ഞു. ഇതിനെന്തോ പ്രത്യേകതയുണ്ട്. നമുക്കിത് സൂക്ഷിച്ചു നോക്കാം. അവർ ആ മുട്ടയെ ചുറ്റിപ്പറ്റി നിന്നു. പെട്ടെന്ന് മുട്ടയ്ക്ക് ഒരു ഇളക്കം തട്ടി. ഒരു ചെറിയ വിള്ളൽ അതിൽ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിന്നു. എന്തായിരിക്കും അതിനുള്ളിൽ നിന്ന് പുറത്തു വരുന്നത്? മുട്ട പൊട്ടി അതിൽ നിന്ന് ഒരു കൊച്ചു ഡ്രാഗൺ കുഞ്ഞ് പുറത്തു വന്നു. ഉറുമ്പും തവളയും അത്ഭുതത്തോടെ പരസ്പരം നോക്കി. അവർ ഒരിക്കലും ഒരു ഡ്രാഗണിനെ കണ്ടിട്ടില്ലായിരുന്നു. ഇത് എന്ത് ജീവിയാണ്? തവള ചോദിച്ചു. എനിക്കറിയില്ല, ഉറുമ്പ് പറഞ്ഞു. പക്ഷേ ഇത് വളരെ മനോഹരമാണ്. ഡ്രാഗൺ കുഞ്ഞ് ചിറകുകൾ വിടർത്തി ഒരു ചെറിയ ശബ്ദമുണ്ടാക്കി. അത് വളരെ വിശന്നിരുന്നു. ഉറുമ്പും തവളയും ഡ്രാഗൺ കുഞ്ഞിന് ഭക്ഷണം നൽകാൻ തീരുമാനിച്ചു. അവർ കാട്ടിൽ നിന്ന് പഴങ്ങളും ഇലകളും ശേഖരിച്ച് അതിനു കൊടുത്തു. ഡ്രാഗൺ കുഞ്ഞ് വേഗത്തിൽ വളർന്നു. അത് ഉറുമ്പിന്റെയും തവളയുടെയും നല്ലൊരു കൂട്ടുകാരനായി മാറി. അവർ ഒരുമിച്ച് കളിച്ചു, കാട്ടിൽ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി. ഒരു ദിവസം ഡ്രാഗൺ കുഞ്ഞിന് പറക്കാൻ കഴിഞ്ഞു. അത് ആകാശത്തേക്കുയർന്നു, കാടിന് മുകളിലൂടെ പറന്നു. ഉറുമ്പും തവളയും സന്തോഷത്തോടെ അതിനെ നോക്കി നിന്നു. ഡ്രാഗൺ കുഞ്ഞ് പറന്നുയർന്ന് ആകാശത്ത് ഒരുപാട് ദൂരം പോയി. ഉറുമ്പിനും തവളയ്ക്കും അവനെ കാണാതായി. അവർ വിഷമിച്ചു. തങ്ങളുടെ കൂട്ടുകാരനെ ഇനി കാണാൻ കഴിയില്ലെന്ന് അവർ ഭയന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഉറുമ്പും തവളയും ഡ്രാഗൺ കുഞ്ഞിനെ ഓർത്ത് സങ്കടപ്പെട്ടു. ഒരു ദിവസം ആകാശത്ത് ഒരു വലിയ നിഴൽ കണ്ടു. അത് ഡ്രാഗൺ കുഞ്ഞായിരുന്നു. അവൻ തനിച്ചു വന്നതല്ല, അവന്റെ മാതാപിതാക്കളെയും കൂട്ടിയാണ് അവൻ വന്നത്. അവർ ഉറുമ്പിനും തവളയ്ക്കും നന്ദി പറയാൻ വന്നതായിരുന്നു. ഡ്രാഗൺ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഉറുമ്പിനും തവളയ്ക്കും പലതരം സമ്മാനങ്ങൾ സമ്മാനിച്ചു. അവർ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. ഡ്രാഗൺ കുഞ്ഞും അവന്റെ മാതാപിതാക്കളും നന്ദിയോടെ പറന്നുപോയി. ഉറുമ്പും തവളയും ഡ്രാഗണ് മാതാപിതാക്കളെ കിട്ടിയെന്നറിഞ്ഞു സമാധാനത്തോടെ ജീവിച്ചു.